ഹലോ ഗൈസ്, അപ്പോൾ ഒരു പെസഹ രാത്രി കണ്ടാലോ? രാത്രിയിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് വീട്ടിലെ മുതിർന്ന ആളായിട്ടുള്ള പപ്പയാണ് പെസഹ അപ്പം മുറിക്കുന്നത്. കുരിശ് വെച്ച് അപ്പം മുറിക്കാൻ മാത്രമാണ് ഒരപ്പം പുഴുങ്ങിയെടുക്കുന്നത്. ബാക്കി എല്ലാ അപ്പവും ചുട്ടെടുക്കാറാണ് ഞങ്ങളുടെ ഒരു സൈഡിൽ. ചുട്ടെടുക്കുന്ന അപ്പം കൂടുതലായും എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ, കിഴക്കൻ പ്രദേശങ്ങളിലും ഇടുക്കി ജില്ലയിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പത്തിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ പഴവും പച്ചറൊട്ടിയൊക്കെ കൂടെ വെച്ചിട്ടുണ്ടായിരിക്കേ. അങ്ങനെ അപ്പമൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറി പിന്നെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പാലും അപ്പമൊക്കെ അങ്ങ് കഴിക്കുവാണേ. ഈ പെസഹ എന്നത് യഹൂദ മതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും പ്രധാന ഒരു ആചാരമാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിയരുടെ മോചനത്തെ ഓർമ്മിപ്പിക്കുന്ന യഹൂദ ഉത്സവം കൂടിയാണ് ഈ പെസഹ. യേശുക്രിസ്തു അന്ത്യ അത്താഴത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെയും ദിവ്യകാരുണ്യം സ്ഥാപിച്ചതിൻ്റെയും എല്ലാം ഒരു ഓർമ്മയായിട്ടാണ് ക്രിസ്ത്യാനികൾ പെസഹ വ്യാഴമായി ആചരിക്കുന്നത്. ഓശാനയ്ക്ക് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുരുത്തോല ഞങ്ങൾ പുഴുങ്ങിയ അപ്പത്തിലാണ് വയ്ക്കുന്നത്, പിന്നെ പാലിലും ഇടും. പുഴുങ്ങുന്ന അപ്പം ഞങ്ങൾ ഒന്നേ ഉണ്ടാക്കാറുള്ളൂ, പക്ഷെ ചുട്ടെടുക്കുന്ന അപ്പം ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കാറുണ്ട്. മറ്റുള്ളവർക്കായിട്ട് കൊടുക്കാനും പിന്നെ കുറച്ച് നാളത്തേക്ക് നമ്മുടെ വീട്ടിലിരിക്കുകയും ചെയ്യും. പിന്നെ അങ്ങോട്ട് ചായക്കും ഒക്കെ വൈകിട്ട് ഇതായിരിക്കും ഒരു കടിയായിട്ട് നമ്മൾ എടുക്കുക. അങ്ങനെ പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പപ്പയും മമ്മിയും വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.